യുദ്ധത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലക്ക് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഈജിപ്തിലെത്തുകയാണ്. നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിൽ നിന്ന് അല്പം ഇളവ് വരുത്തണം എന്ന തരത്തിലുള്ള വിഷയമാണ് ഇന്നത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇറാഖിൽ വെച്ച് ഖത്തറിൽ വെച്ച് ആദ്യവട്ട ചർച്ച നടത്തിയിരുന്നത്. അതിൽ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തിയതെങ്കിലും ഹമാസിന്റെ ആളുകൾ അതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നു. സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിലനിൽക്കുന്നത്. വിളിച്ചു ചേർക്കപ്പെട്ട മീറ്റിംഗിൽ ഹമാസിന്റെ ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ്. എന്നാലും സമാധാന ദൌത്യത്തിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു സമാന സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമാധാനപരമായിരിക്കുന്ന ശ്രമത്തിലൂടെ കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് അതിന് ഏറ്റവും ലളിതമായിരിക്കുന്ന പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതും ഈ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. വിഷയം എന്ന് പറയുന്നത് മുൻപായി മിഡിൽ ഈസ്റ്റിന്റെ മേഖല മാറിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക നഷ്ടം ഉണ്ടാവുക അമേരിക്കക്കാണ് എന്നുള്ളത് അമേരിക്ക തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഏറെക്കുറെ തത്തുല്യമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതുകൊണ്ട് യുദ്ധമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ തന്നെ ആവശ്യമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. യുദ്ധത്തിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും സൈനിക സംവിധാനങ്ങളും ടാങ്കുകളടക്കം വലിയ രീതിയിലുള്ള സാമഗ്രികളൊക്കെ ഈജിപ്തിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി അതിർത്തി ഭാഗങ്ങളിലൊക്കെ വിന്യസിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതിനോടനുബന്ധിച്ച് തന്നെ യുദ്ധമില്ലാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളും അമേരിക്ക നടത്തുകയാണ്. ഇപ്പോൾ പുതിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹമാസ് ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അതിന്റെ കാര്യം എന്ന് പറയുന്നത് മുൻപ് പറയപ്പെട്ട കരാർ വ്യവസ്ഥ പാലിക്കുകയല്ലാതെ വീണ്ടും ഈ പറയപ്പെട്ട കരാർ തന്നെ ആവർത്തിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്, അല്ലെങ്കിൽ ഫലസ്തീന്റെ നിലപാട്. അപ്പോൾ മുമ്പ് ഫെബ്രുവരി മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഒക്കെ ഏറെക്കുറെ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. അത് പാലിക്കുന്ന കാര്യത്തിൽ ഈ ഇസ്രായേലാണ് പിന്നോക്കം നിന്നത്. ആയതിനാൽ തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി തങ്ങളുടെ പ്രതിനിധികൾ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ഹമാസിന്റെ നിലപാട്. ഈ നിലപാട് എന്ന് പറയുന്ന സമയത്ത് യുദ്ധവിരാമത്തെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല എന്നുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം അതിൽ നിലനിൽക്കുന്നു. മുൻപ് പറയപ്പെട്ട കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന്റെ പിന്മാറ്റം ഗസയിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായിരിക്കുന്ന വിഷയം. ബന്ദി കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാമത് പ്രാധാന്യമായിരിക്കുന്ന വിഷയം. ബന്ദി കൈമാറ്റത്തിനോടനുബന്ധിച്ച് തത്തുല്യമായ രീതിയിൽ ഫലസ്തീനിലുള്ള ഇസ്രായേലിലുള്ള ഫലസ്തീന്റെ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറെക്കുറെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ സഹകരിക്കാത്തിടത്തോളം കാലം ഈ വിഷയം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഹമാസിന്റെ പക്ഷം. അമേരിക്ക എന്തുകൊണ്ട് ഇതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായ രീതിയിൽ ഇപ്പോൾ വിലയിരുത്തുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം നിലവിലെ സാഹചര്യം സങ്കീർണമാണ് എന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്കറിയാം. ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ യുദ്ധം ഉണ്ടായാൽ അത് മേഖലാ യുദ്ധമായിട്ട് അത് അവസാനിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഫലസ്തീനിലെ ഹമാസിന്റെ ആളുകളും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായതല്ല. യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ വഴി അമേരിക്കയുടെ മുൻപിൽ തുറന്ന വഴി എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളതാണ്. മേഖലാ യുദ്ധമായിട്ട് അതിനെ പരിണമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അതില്ലാതാക്കാനുള്ള ശ്രമം ഇതിനോടനുബന്ധിച്ചാണ് അമേരിക്ക തന്നെ നേതൃത്വ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് മുന്നൊരുക്കത്തോടുകൂടി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആന്റണി ബ്ലിങ്കൻ ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ ഇസ്രായേലൊന്നും സന്ദർശിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിച്ചു, ഖത്തർ സന്ദർശിച്ചു, അതോടൊപ്പം തന്നെ ഇന്ന് ഈജിപ്ത് സന്ദർശിക്കുക എന്ന് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട വിപുലമായിരിക്കുന്ന ചർച്ചയും അഭിപ്രായങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും അതോടൊപ്പം അമേരിക്കയുടെ നയനിലപാടുകൾ കൃത്യമായ രീതിയിൽ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇനി യുദ്ധമില്ലാത്തൊരു സാഹചര്യം, പലസ്തീനികളെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ഇതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത്. ഇത് മുൻപേ അമേരിക്ക മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ഈ യുദ്ധങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്ന പ്രവൃത്തി ചെയ്യുന്നതും ഏറെക്കുറെ അമേരിക്ക തന്നെയാണ്.
അതും ലോകത്തിന് അറിയാവുന്നതാണ്. രണ്ട് വിഷയത്തിൽ രണ്ട് ഭാഗത്ത് രണ്ട് തോണിലും കാല് വെച്ചുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ചില മുസ്ലിം രാജ്യങ്ങൾ തന്നെ ഇതിന് ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങളോട് ഈ മധ്യസ്ഥ ശ്രമത്തിലേക്ക് പങ്കാളിത്തം വഹിക്കണം അല്ലെങ്കിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടും അവർ വേണ്ട രീതിയിലുള്ള മറുപടി നൽകിയിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ ഇസ്രായേൽ അംഗീകരിക്കാതിരിക്കുന്ന സമയത്ത് അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സൗദിയുടെ ഭാഗത്തുനിന്ന് വന്ന ചില അഭിപ്രായങ്ങൾ എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പറയുന്നു. അത് ഗവൺമെന്റ് തലത്തിലുള്ള ഔദ്യോഗിക റിപ്പോർട്ടായിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. പ്രാദേശിക തലത്തിൽ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗദി അറേബ്യയുടെ യുഎയുടെ ഒക്കെ ഈ മധ്യശ്രമത്തിലേക്ക് സഹകരിക്കണമെന്നും ഇതിൽ പങ്കെടുക്കണമെന്നും പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയ പരിഹാരത്തിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇതിനോട് ഒരിക്കലും സഹകരിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് തങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ഇറാന്റെ ഭീഷണി വലിയ രീതിയിൽ ശക്തമായിരിക്കുന്ന ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. യുദ്ധം ഇതുവരെ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല, ഇറാൻ ആക്രമിച്ചിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇല്ല എങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ലെബനാന്റെ ഭാഗത്തുനിന്നും ഹൂത്തികളുടെ യമന്റെ ഭാഗത്തുനിന്നും ഒക്കെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഇസ്രായേലിന്റെ നേരെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന് തീരെ പുറകോട്ട് പോയിട്ടില്ല. പ്രാദേശിക തലത്തിലൊക്കെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ലെബനാൻ എന്നതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സൈനിക കമാൻഡർ കഴിഞ്ഞ ആഴ്ച വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ പ്രത്യാക്രമണം നടത്തും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു. അതിന് തുടർച്ചയായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്ക രണ്ട് ഭാഗത്തും കാല് വെച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നതിനാൽ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനൊന്നും സാധിക്കുകയില്ല. പക്ഷേ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അമേരിക്കക്ക് ഇറാനെ ആക്രമിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അത്തരമൊരു അക്രമം അവർ ചെയ്യില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതിന്റെ കാര്യം അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിന്റെ വ്യത്യസ്ത രാജ്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ആരംഭമാണ് ജോർദാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുകയും 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത് കഴിഞ്ഞ മാസമാണ്. അത് അമേരിക്ക യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി ഞെട്ടിച്ച കാര്യമാണ്. അപ്പോൾ തങ്ങൾ എന്ത് ചെയ്യണോ, ഏത് തരത്തിൽ പ്രത്യാക്രമണം നടത്തണം, ഇറാനാണോ അല്ല ഹിസ്ബുള്ള ഗ്രൂപ്പാണോ, ആരാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ തന്നെ ഏകദേശം ഒരാഴ്ചയിലധികം വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ മേഖല സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അക്രമം നടത്തി പിന്നീട് ഏകദേശം 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേഖലയിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുന്നത്. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഭയപ്പാടോട് കൂടിയുള്ള പ്രത്യാക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. ഭയപ്പാട് എന്ന് പറയുന്ന കാര്യം തന്നെ ഇതാണ്. അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമണമാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവുക എന്നാൽ അവരുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കോ സൈനികർക്കോ യാതൊരു സുരക്ഷയും ഉണ്ടാവില്ല എന്ന് അമേരിക്കക്കറിയാം. 2500ഓളം സൈനികരാണ് ഇറാഖിൽ പ്രവർത്തിക്കുന്നത്. അവിടെ സൈനിക താവളങ്ങളുണ്ട്, സൈനിക കേന്ദ്രങ്ങളുണ്ട്, കവചിത ഭാഗങ്ങളുണ്ട്, യുദ്ധസാമഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ ഇറാഖിൽ യഥാർത്ഥത്തിൽ സദാം ഹുസൈൻ്റെ ആ യുദ്ധകാലത്ത് തന്നെ അവർ വിന്യസിച്ചിരിക്കൊണ്ട് അവർ പുറകോട്ട് പോയിട്ടൊന്നുമില്ല. അങ്ങനത്തെ വലിയൊരു വിഷയം യഥാർത്ഥത്തിൽ എവിടെ നടക്കുന്നുണ്ട്? ഇറാഖിന്റെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. അത് അറബ് രാജ്യങ്ങൾക്കകത്ത് മുഴുവനും പരമാവധി മേഖലയിൽ അമേരിക്കക്ക് പ്രത്യേകമായിരിക്കുന്ന സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേലിലേക്ക് പറക്കുന്നുണ്ടോ എന്ന് പോലും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനുള്ള സംവിധാനം അറബ് രാജ്യങ്ങൾക്ക് ഇല്ല. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കരാർ വ്യവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഈ യുദ്ധ മേഖലയിലൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് ഒരു യുദ്ധ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖല മുഴുവൻ തങ്ങൾ ആക്രമിക്കുമെന്നും ഈ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം ഇറാന് നേരെയോ ലെബനാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ മുൻപ് പറഞ്ഞു വെച്ചത് വലിയ രീതിയിലുള്ള പ്രയാസം തന്നെ അമേരിക്കക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മേഖലാ യുദ്ധം, ഈ യുദ്ധം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഏറ്റവും അടിയന്തരമായിരിക്കുന്ന കാര്യം അമേരിക്കയുടെ തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന്റെ യുദ്ധമായിട്ട് ഒരുപക്ഷെ ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആന്റണി ബ്ലിങ്കനെ തന്നെ അയച്ചുകൊണ്ട് ഈ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി അമേരിക്ക തന്നെ തീരുമാനിച്ചത്. എത്രത്തോളം വിജയിക്കും ഇന്നത്തെ ചർച്ച എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ന് കെയ്റോയിലാണുള്ളത്. കെയ്റോയിൽ വെച്ചിട്ട്
അവിടുത്തെ പ്രസിഡന്റ് സിസിയുമായിട്ടും അതേപോലെ തന്നെ ഖത്തറിന്റെ അമീറോ അല്ലെങ്കിൽ അമീറിന്റെ പ്രതിനിധിയോ പറയുന്നുണ്ട്, അവരുമായിട്ടും ഇസ്രായേലിന്റെ പ്രതിനിധികളുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ തരത്തിൽ സമാധാനപരമായ രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നതിന്റെ ഒരു വിപുലമായിരിക്കുന്ന ചർച്ചയായിരിക്കും ഉണ്ടാവുക. ആ ചർച്ചയുടെ അനന്തര ഫലം എത്രത്തോളം ഉണ്ടോ അതിനെ ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തങ്ങൾ തൃപ്തരല്ല. തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് തങ്ങളുടെ ക്ഷണിതാവായിരിക്കുന്ന ഒരു നേതാവിനെ വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ അഭിമാനത്തെയും ഭരണഘടനയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും ഇസ്രായേൽ യുദ്ധം അർഹിക്കുന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഇറാന്റെ നിലപാടിൽ നിന്ന് ഇപ്പോഴും അവർ പിന്നോക്കം പോയിട്ടില്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്.